ഡോക്ടർ എം.കെ. മുനീറിന്റെ ആരോഗ്യനിലയിൽ പുരോഗതിയെന്ന മെഡിക്കൽ ബുള്ളറ്റിൻ. ആരോഗ്യാവസ്ഥ ഗുരുതരമാണെങ്കിലും മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെന്നും മെഡിക്കൽ ബുള്ളറ്റിൻ അറിയിച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്ന് രാവിലെയാണ് ഡോക്ടർ മുനീറിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. എം.എസ്. അനീഷ് കുമാർ വിവരങ്ങളുമായി. അനീഷ്, എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ? അനീഷ്, കേൾക്കാമോ? ശ്രീജ, ഇന്ന് പുലർച്ചെ 3 മണിക്കാണ് ഡോക്ടർ എം.കെ. മുനീറിന് ഹൃദയാഘാതം ഉണ്ടായത്. ഇതേ തുടർന്ന് അദ്ദേഹത്തെ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ആരോഗ്യനില ഗുരുതരമാണെങ്കിലും മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട് എന്നാണ് ആശുപത്രിയിൽ നിന്നും മെഡിക്കൽ ബുള്ളറ്റിനിൽ അറിയിച്ചിരിക്കുന്നത്. വെന്റിലേറ്റർ സഹായത്തോടുകൂടിയാണ് അദ്ദേഹം ഇപ്പോൾ ഉള്ളത്. എന്തായാലും നിലവിൽ ചികിത്സ കൃത്യമായി മുന്നോട്ട് പോകുന്നുവെന്നും പറയുന്നു. നിലവിൽ തന്നെ അദ്ദേഹം നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന ഒരാളാണ്. പ്രത്യേകിച്ചും കടുത്ത പ്രമേഹ രോഗബാധിതനാണ്. രക്തസമ്മർദ്ദത്തിന്റെ അളവും പലപ്പോഴും കൂടുകയും പൊതുപരിപാടികളിൽ പങ്കെടുക്കുമ്പോൾ പോലും അദ്ദേഹം കുഴഞ്ഞു വീഴുന്ന അടക്കമുള്ള കാര്യങ്ങളും പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അതാണ് എന്തായാലും ഇപ്പോൾ അദ്ദേഹത്തിന്റെ ആരോഗ്യനില തൃപ്തികരമാണ്. മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട്. പക്ഷേ അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുന്നു എന്നാണ് ആശുപത്രിയിൽ നിന്നും അറിയിച്ചിരിക്കുന്നത്. ശരിയാണ്. എം.എസ്. അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്ന്. സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചു മരണം. മലപ്പുറം ചേലേമ്പ്ര സ്വദേശി ഷാജിയാണ് മരിച്ചത്. 1 മാസത്തിനിടെ രോഗം ബാധിച്ച് മരിച്ചവരുടെ എണ്ണം ഇതോടെ 6 മലപ്പുറം ചേലമ്പ്ര സ്വദേശി ഷാജിയാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചത്. ഇയാൾ 2 ആഴ്ചയായി ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. കണ്ണൂരിൽ വെൽഡിംഗ് തൊഴിലാളിയായ ഷാജിക്ക് എവിടെ നിന്നാണ് രോഗം ബാധിച്ചതെന്ന് കണ്ടെത്താനായിട്ടില്ല. ജോലിസ്ഥലത്തും വീടിനോട് ചേർന്ന ഇടങ്ങളിലും ആരോഗ്യവകുപ്പ് പരിശോധന നടത്തി. സംസ്ഥാനത്ത് കഴിഞ്ഞ 1 മാസത്തിനിടെ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 6. 3 മാസം പ്രായമുള്ള കുട്ടിയടക്കം മരിച്ചവരിൽപ്പെടുന്നു. നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും സ്വകാര്യ ആശുപത്രിയിലുമായി 11 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. മലപ്പുറം സ്വദേശിയായ 10 വയസ്സുകാരിക്കും രാമനാട്ടുകര സ്വദേശിയായ 30-കാരിക്കും ഇന്നലെ രോഗം സ്ഥിരീകരിച്ചിരുന്നു. രോഗത്തിന്റെ ഉറവിടം കണ്ടെത്താൻ സാധിക്കാത്തതും മരണസംഖ്യ വർദ്ധിക്കുന്നതും ആശങ്ക ഉയർത്തുന്നുണ്ട്. ന്യൂസ് 18 കോഴിക്കോട്. കാസർഗോഡ് 17-കാരിയെ പീഡിപ്പിച്ചതായി പരാതി. പിതാവും മാതൃ സഹോദരനും അടക്കം പീഡിപ്പിച്ചുവെന്നാണ് പരാതി. സംഭവത്തിൽ ഒരാൾ പിടിയിലായി. 17-കാരിയാണ് പീഡനത്തിന് ഇരയായത്. 10 വയസ്സുള്ളപ്പോൾ അച്ഛൻ അതിക്രമം നടത്തിയതായും 2 വർഷം മുൻപ് അമ്മാവനും കഴിഞ്ഞ മാസം മറ്റൊരാളും പീഡിപ്പിച്ചതായാണ് പരാതി. ഭയം കാരണം ആരോടും പറഞ്ഞിരുന്നില്ല. കൌൺസിലിംഗിനിടെയാണ് പെൺകുട്ടി ഇക്കാര്യം വെളിപ്പെടുത്തിയത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ 3 പേർക്കെതിരെയും കേസെടുത്തു. ഒരാൾ അറസ്റ്റിലായി. പെൺകുട്ടിയുടെ പരാതി പ്രകാരം മറ്റൊരു പോക്സോ കേസും അമ്പലത്തറ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 17-കാരനെതിരെയാണ് കേസ്. ന്യൂസ് 18 കാസർഗോഡ്. കൊല്ലം അഞ്ചാലുമൂട് സ്കൂളിൽ അധ്യാപകൻ +2 വിദ്യാർത്ഥിയെ മർദ്ദിച്ചു എന്ന പരാതിയിൽ പോലീസ് കേസെടുത്തു. PT അധ്യാപകനായ റാഫിക്കെതിരെയാണ് അഞ്ചാലുമൂട് പോലീസ് കേസെടുത്തത്. അധ്യാപകനെ സസ്പെൻഡ് ചെയ്തതായും വിദ്യാർത്ഥിയാണ് അധ്യാപകനെ ആക്രമിച്ചതെന്നും മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി. അഞ്ചാലുമൂട് GHSSൽ വിദ്യാർത്ഥിനിയെ മോശം വാക്കുകൾ ഉപയോഗിച്ച് അധിക്ഷേപിച്ചതുമായി ബന്ധപ്പെട്ട തർക്കമാണ് വിദ്യാർത്ഥിയും അധ്യാപകനും തമ്മിൽ സംഘർഷത്തിന് ഇടയാക്കിയത്. കായിക അധ്യാപകനായ റാഫിയും വിദ്യാർത്ഥിയുമായുള്ള തർക്കം മർദ്ദനത്തിലാണ് കലാശിച്ചത്. വിദ്യാർത്ഥിയുടെ മൂക്കിനും തലയ്ക്കും പരുക്കുപറ്റി. അധ്യാപകനും പരുക്കുണ്ട്. സംഭവത്തിൽ അധ്യാപകനെ സസ്പെൻഡ് ചെയ്തു. എന്നാൽ വിദ്യാർത്ഥിയാണ് അധ്യാപകനെ ആദ്യം മർദ്ദിച്ചതെന്നും വിദ്യാർത്ഥികൾക്കെതിരെയും നടപടിയുണ്ടാകുമെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. അധ്യാപകനെ തല്ലിയാലും വിദ്യാർത്ഥിയെ തല്ലാൻ പാടില്ല എന്നതാണ് രീതിയെന്നും മന്ത്രി പറഞ്ഞു. ഇതിലെ ഡിസിപ്ലിനൊക്കെ നോക്കുന്ന സ്പോർട്സിൻ്റെ അധ്യാപകനാണ്. അധ്യാപനം അടിച്ച് താഴെ ഇട്ടു കുട്ടികൾ. അധ്യാപനം എണീറ്റ് കുട്ടി അടിച്ചു. അപ്പോൾ അധ്യാപനം അടി കിട്ടിയാലും കുട്ടി അടിക്കാൻ പാടില്ലെന്നുള്ള നിലപാടാണല്ലോ നമ്മുടെ നിലപാട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രഥമദൃഷ്ട്യാ അന്വേഷണം റിപ്പോർട്ട് കിട്ടി. അധ്യാപനം സസ്പെൻഡ് ചെയ്തു. ഞാൻ ഇന്നലെ ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ബന്ധപ്പെട്ട വിദ്യാർത്ഥിയും സസ്പെൻഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. കാരണം ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ അധ്യാപനം വിദ്യാർത്ഥിയും തമ്മിൽ തല്ലാനുള്ള സ്ഥലമല്ലല്ലോ. അതൊരു കാരണവശാലും അംഗീകരിച്ചു കൊടുക്കുന്നതിന് വേണ്ടി. PT അധ്യാപകൻ റാഫിക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ന്യൂസ് 18 കൊല്ലം. കാന്താര 2 പ്രദർശനത്തിന് ഫിയോക് ഏർപ്പെടുത്തിയ വിലക്കിൽ പ്രശ്നപരിഹാര ചർച്ച ഈ മാസം 17. ചർച്ചയ്ക്ക് ശേഷം അന്തിമ തീരുമാനം പ്രഖ്യാപിക്കുമെന്ന് ഫിയോക് അറിയിച്ചു. റിലീസിന് ശേഷമുള്ള 2 ആഴ്ചത്തെ തിയേറ്റർ വരുമാനത്തിന്റെ 55% വിഹിതമായി നൽകണമെന്നാണ് വിതരണക്കാരുടെ ആവശ്യം. ഇത് അനുവദിക്കില്ലെന്നാണ് ഫിയോക്കിന്റെ നിലപാട്.
ഈ മാസം 17-ാം തീയതി തിയേറ്റർ ഉടമകളുടെ സംഘടനയായ ഫിയോക്ക് ജനറൽ ബോഡി യോഗം ചേർന്നതിന് ശേഷമായിരിക്കും കാന്താര 2വിന്റെ പ്രദർശനവുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനമുണ്ടാകുകയുള്ളൂ. അത് അവരെ സംബന്ധിച്ച് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കും. കാരണം കോവിഡിന് ശേഷം ഒരു ചിത്രം തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത് അത് മികച്ച രീതിയിൽ തിയേറ്റർ ഉടമകൾക്ക് പോലും ലാഭം വരുന്ന രീതിയിലേക്ക് ചിത്രം പ്രദർശനം തുടരുന്നത് വളരെ ചുരുക്കമായിട്ടേ ഉള്ളൂ. കാന്താര 2 അത്തരത്തിലേറെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് തിയേറ്റർ ഉടമകൾ കാത്തിരിക്കുന്നത്. ആദ്യത്തെ 2 ആഴ്ചത്തെ ഉള്ള 55% നൽകിയാൽ അത് പിന്നീട് വലിയ സാമ്പത്തിക നഷ്ടത്തിലേക്കായിരിക്കും തിയേറ്റർ ഉടമകളെ കൊണ്ടെത്തിക്കുക എന്നൊരു വാദത്തിലാണ് ഇവർ പറയുന്നത്. അതോടൊപ്പം തന്നെ കേരളത്തിൽ മാത്രമാണ് 55% നൽകുന്നത്. മറ്റ് ഭാഷകളിൽ മലയാള ചിത്രത്തിന് വിതരണത്തിലെത്തിയാൽ അതിന് 40% മാത്രമാണ് നൽകുകയുള്ളൂ. പിന്നെ എന്താണ് കേരളത്തിൽ മാത്രം ഇത്രയും ഉയർന്ന തുക ചോദിക്കുന്നത് എന്നൊരു കാര്യമാണ് സംഘടന വിതരണക്കാരോട് ചോദിക്കുന്നത്. ആദ്യത്തെ ആഴ്ച 55% കൊടുക്കുന്നതിൽ ബുദ്ധിമുട്ടില്ല. കാന്താരയുടെ ആദ്യ പതിപ്പ് ഇറങ്ങിയപ്പോഴും ആദ്യത്തെ ആഴ്ചയിൽ 55% നൽകുകയും ചെയ്തു. ഈ നിലപാടിൽ നിന്ന് പിന്മാറണമെന്നാണ് തിയേറ്റർ ഉടമകളുടെ സംഘടന വ്യക്തമാക്കുന്നത്. പക്ഷേ സംഘടനയിൽ തന്നെ 2 വിഭാഗം ആയി കഴിഞ്ഞു. ചേരിതിരിഞ്ഞ് ഈ ഒരു വിഷയത്തെ സ്വീകരിക്കുന്ന നിലപാടിലേക്ക് എത്തി. ഒരു വിഭാഗം ആളുകൾ പറയുന്നത് കാന്താര 2 തിയേറ്റർ ഉടമകളെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷയുള്ള ചിത്രമാണ്. വരുന്ന ആഴ്ചകളിൽ 2, 3, 4 ആഴ്ചകളിലൊക്കെ നിറഞ്ഞ സദസ്സുകളിൽ പ്രദർശനം നടത്താനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ കടുത്ത നിലപാട് സ്വീകരിക്കുന്നത് അത് തങ്ങൾക്ക് തന്നെ തിരിച്ചടിയാകും എന്നാണ് ഒരു വിഭാഗം തിയേറ്റർ ഉടമകൾ പറയുന്നത്. എന്തായാലും പൃഥ്വിരാജോ ലിസ്റ്റിൻ സ്റ്റീഫനോ ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രതികരണം മാധ്യമങ്ങൾക്ക് നൽകാൻ തയ്യാറായിട്ടില്ല. എന്തായാലും 17-ാം തീയതിയത്തെ ചർച്ചയ്ക്ക് ശേഷമായിരിക്കും ഇതിലൊരു നിലപാട് പ്രഖ്യാപനം ഉണ്ടാകുകയും ചെയ്യുകയുള്ളൂ. പൃഥ്വിരാജ് പ്രൊഡക്ഷൻ തന്നെയായിരുന്നു കാന്താരയുടെ ആദ്യ പതിപ്പും കേരളത്തിൽ വിതരണത്തിന് എത്തിക്കുകയും ചെയ്തിരുന്നത്. ഒക്ടോബർ 2-നാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുക. കോഴിക്കോട് മുക്കം അഗസ്ത്യമൊഴിയിലെ മൂൺലൈറ്റ് സ്പായിൽ അതിക്രമം നടത്തിയ ആൾ പിടിയിൽ. അരീക്കോട് സ്വദേശിയായ കള്ളങ്കടവത്ത് മുഹമ്മദ് ആഷിഖിനെയാണ് പിടികൂടിയത്. സ്ഥാപനത്തിലെ CCTVയും മോണിറ്ററും അടിച്ചു പൊട്ടിക്കുകയും മൊബൈൽ ഫോണും പണവും കവർച്ച ചെയ്യുകയും ചെയ്തുവെന്നാണ് പരാതി. അക്രമം നടത്തിയവരിൽ ഒരാൾക്കായി തെരച്ചിൽ തുടരുകയാണ്. പാലക്കാട് കൂറ്റനാട് ഉല്ലാസ് നഗറിൽ മലമ്പാമ്പിനെ പിടികൂടി. ഇന്നലെ രാത്രി കള്ള് ഗോഡൌണിന് സമീപമാണ് പാമ്പിനെ പരിസരവാസികൾ കണ്ടത്. വിവരം അറിയിച്ചതിനെ തുടർന്ന് ഫോറസ്റ്റ് റെസ്ക്യൂ വാച്ചർ എത്തി മലമ്പാമ്പിനെ പിടികൂടുകയായിരുന്നു. പത്തനംതിട്ട കോഴഞ്ചേരി മാർത്തോമ പള്ളിയിൽ ചരിത്രത്തിലാദ്യമായി ഒരു അന്യമതസ്ഥന് അന്ത്യയാത്രാ പ്രാർത്ഥന നടന്നു. 23 വർഷമായി പള്ളിയിൽ സെക്യൂരിറ്റിയായി ജോലി ചെയ്തിരുന്ന 59-കാരനായ EV അജികുമാറിന്റെ മരണാനന്തര ചടങ്ങുകളാണ് ഇടവക അംഗങ്ങളുടെയും ഭരണസമിതിയുടെയും തീരുമാനപ്രകാരം പള്ളിയിൽ വെച്ച് നടത്തിയത്.